ഞാനിവിടെ ഉണ്ടായിരുന്നല്ലോ. ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ആര്? ഞാൻ അവിടെ വണ്ടിയെ പണിതോണ്ടിരിക്കുമ്പോ അമ്മ വന്നല്ലേ കൂടലെടുത്തോണ്ട് പോയി. ഞാനോ? ഇത് ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഞാൻ കണ്ടില്ല, പുറത്തായിരുന്നല്ലോ. അമ്മ അവിടെ വന്ന കൂടെ എടുത്തോണ്ട് പോകുന്നത്. അകത്ത് കയറിയില്ലെന്ന് തോന്നുന്നു. അകത്ത് കയറിയില്ലായിരുന്നു, അത് പുറത്ത് പണിയായിരുന്നു. കാലിത്തീറ്റ എടുക്കാൻ പോയി, പുല്ലെടുക്കാൻ പോയി. പുറത്തോട്ട് നടക്കാത്തോണ്ട് പകലായോണ്ട് രാത്രി ആയോണ്ട് കാണാൻ പറ്റിയാലും. അത് കഴിഞ്ഞാൽ വണ്ടി അയച്ചിട്ട് പണി ചെയ്യാനുണ്ടായിരുന്നു, അതെല്ലാം ചെയ്യായിരുന്നു. അതെല്ലാം അമ്മ കൂടെ എടുക്കാൻ വന്നേ. കൂടെ എടുക്കാം. അത് അമ്മാവനാണ്. അമ്മാവനോ? അമ്മയുടെയാ? എന്റെയൊന്നുമില്ല. എല്ലാവർക്കും അമ്മാവനാ. എല്ലാവർക്കും കൂടിയുള്ള അമ്മാവാ. പേരെന്നാ? അപ്പൊ ഇവിടുത്തെ അമ്മാവനാട്ടാ ഈ നിക്കുന്നത്. ജോമോൻ അമ്മാവൻ ആണോ? ആ ജോമോൻ അമ്മാവനല്ല എല്ലാവർക്കും കൂടിയുള്ള ആണോ? അതനുസരിച്ച് പ്രായത്തിനനുസരിച്ചുള്ള ഇതുമില്ല. ഇതിന് ഭയങ്കര പ്രായമായി പോയോ? കഷണ്ടിയൊക്കെ ആയോണ്ടാണോ? കഷണ്ടിയൊക്കെ ആയി പോയതുകൊണ്ടാണോ അമ്മ പ്രായം കൂടുതലാന്ന് പറയുന്നേ? കഷണ്ടിയുടെ ഒന്നും കാര്യമില്ല. അത് പലർക്കും പലതരത്തിൽക്കൂടെ പാരമ്പര്യം പ്രായത്തിനനുസരിച്ച് മാറ്റം വരും. അതായത് ഒന്നും കുഴപ്പം കൊണ്ടൊന്നുമല്ല. പിന്നെ തലമുടി കുറയും, തലമുടി പൊഴിയൊക്കെ ചെയ്യേ. ചില ആണുങ്ങൾക്ക് അപ്പൊടി തലമുടി പൊഴിഞ്ഞു പോവും. 4 പേര് ഒന്നുമില്ലാത്ത പോയി. അമ്മയുടെ മുടിയും കൊടുത്തേര്. അമ്മയുടെ മുടിയും കൊടുത്തേര് ഇതിന് കൊടുക്കാനോ? ഇനി അവന്റെ തലയിലൊന്നും വെക്കാൻ പറ്റിയ പിടിക്കല്ലേ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഉള്ള തലമുടി ഇതൊക്കെ എണ്ണയൊക്കെ നല്ല വെച്ച് കുളിച്ചാൽ മതി. എന്നാലും എണ്ണയൊന്നും ഉപയോഗിക്കല. എണ്ണയെ ഉപയോഗിക്കല. അതിന് തുമ്മല് ചീറ്റിലാണ്, അലർജിയാണ്. തണുപ്പ് തണുപ്പ് എണ്ണയ്ക്ക് തണുപ്പ് പറഞ്ഞോണ്ട് എണ്ണ വെക്കാതിരുന്ന എണ്ണ വെക്കാതിരുന്നാ മുടിയെല്ലാം പൊഴിഞ്ഞു പോയത്. എണ്ണ വെച്ചില്ല തലയ്ക്ക് ഭയങ്കര ആശ്വാസം. അതുകൊണ്ടാ മുടിയെല്ലാം പൊഴിഞ്ഞു പോയത്. ഉറക്കവും വരികയല്ല, ഒരു സുഖവും ഇല്ല. അപ്പൊ ഞങ്ങള് പോവാട്ടോ. പോവാ? അമ്മ വരികയല്ലോ. വരുന്നുണ്ടോ? എവിടെ പോവാ? ഈ ഓമല്ലൂര് വരെ. ഓമല്ലൂര് അവിടെ എന്നാ? കനാൽ ടൂറിസം. കനാല് ഒരു കനാലുണ്ട് ഓമല്ലൂര്. ആ കനാൽ ആകെ വൃത്തികേടായി, പുല്ലും പള്ളയും മരങ്ങളും എല്ലാം നിറഞ്ഞ് അവിടെ ഒരു കനാലുണ്ടെന്ന് പോലും നമുക്കറിയത്തില്ല. അത് കിടന്നാ നമ്മൾ കുറുപ്പന്തറയ്ക്ക് പോയിക്കൊണ്ടിരുന്നേ. ആ റോഡ് കിടന്നാ പോയിക്കൊണ്ടിരുന്നേ. ആ ഇപ്പൊ അതെല്ലാം നാട്ടുകാര് വെട്ടി തെളിച്ച് നല്ല മനോഹരമാക്കിയിരിക്കുക. ഇല്ല, ഇപ്പൊ നല്ല മനോഹരമാക്കി. നല്ല ഭംഗിയാക്കി. അപ്പൊ അതിന്റെ അവിടെ ഒരു കനാൽ ടൂറിസം പദ്ധതി ഓരോ അറ്റം മൂലയൊക്കെ ഉണ്ടായിരുന്നു. അത് നടത്തുക 5 ദിവസത്തേക്ക്. അപ്പൊ അവിടെ കൊറേ കലാപരിപാടികൾ 4 ദിവസമാണോ? 1-ാം തീയതി മുതൽ 5-ാം തീയതി വരെ അല്ലേ? അപ്പം അതിനോടനുബന്ധിച്ചേ മന്ത്രി വന്നിട്ടുണ്ടായിരുന്നു, MLA ഉണ്ടായിരുന്നു, സിനിമാ താരങ്ങളുണ്ട്, പിന്നെ എന്നാ കൊറേ കലാപരിപാടികളുണ്ട്, ഗാനമേള, പിന്നെ മിമിക്രി താരങ്ങൾ വന്നിട്ട് അങ്ങനെ പല പരിപാടികളുണ്ട്. പിന്നെ ഉണ്ട് ഫുഡ് ഫെസ്റ്റ് ഉണ്ട്. അപ്പൊ മെയിൻ ആയിട്ട് അവിടെ ഭക്ഷണങ്ങൾ കൊടുക്കാന്നുള്ളതാ. കാശ് കൊടുക്കണം, പോയി കഴിക്കാം നമുക്ക് ഇഷ്ടമുള്ളത്. അമ്മ പോരുന്നുണ്ടോ? ഏലിക്കുട്ടി അവിടെ നമുക്ക് കാണാൻ പോകാം. അവിടെ കാണാൻ പോകാന്ന്. പിന്നെ ഇല്ലേ ആ കനാലിൽ കൂടെ ഇല്ലേ വള്ളത്തിൽ യാത്ര ചെയ്യാം. വള്ളം കന്നാലിക്കൂട് കാണാൻ പോവാണ്. കന്നാലിക്കൂടല്ല, കനാല്. കനാലോ? പോരുന്നുണ്ടോ? അതെവിടെയാ? അത് ഈ ഓമല്ലൂരാണേ, നമ്മുടെ സ്ഥലത്ത്. ഇവിടുന്ന് 10 മിനിറ്റേ ഉള്ളൂ. പോരുന്നുണ്ടോ? ഇന്ന് 5 ദിവസമായി, 3 ദിവസമായി തുടങ്ങിയിട്ട്. പകലാ? പകലല്ല, രാത്രിയില. അതാ രാത്രി അമ്മ പോരിയല്ലോ. അതുകൊണ്ടാ ഞങ്ങള്. പകലായിരുന്നെങ്കിൽ നമുക്ക് പോകായിരുന്നു. 4 ദിവസമല്ലോ പരിപാടി കേട്ടോ. 1-ാം തീയതി മുതലല്ലേ? നാളെ ഞായറാഴ്ച 4-ാം തീയതി അല്ലേ? 5 ദിവസത്തേക്കെന്നല്ലേ വാന്തിയ നോട്ടീസ്? ഇല്ല, 4 ദിവസമല്ലേ? ഞായറാഴ്ച നാളെ കൊണ്ടല്ലേ തീരുന്നത്? ആണോ?
ഞായറാഴ്ച കൊണ്ട് തീരുവാ. ഇന്നലെ മഴ കണ്ട് നമ്മള് പോയില്ല. പരിപാടിക്ക് എന്തെങ്കിലും ഒരു ദിവസം കൂടിയാ മതി. അതെല്ലാം സഹകരിച്ചാൽ മതി. അപ്പൊ ഞങ്ങളെ ജോമോനും ഞാനും കൂടെ ഇന്നൊന്ന് പോവുക. ഇന്നലെ പോകാന്ന് വിചാരിച്ചെന്നപ്പോ മഴ പെയ്തു, അതുകൊണ്ട് പോകാൻ പറ്റിയില്ല. നമ്മുടെ ഈ മുറ്റത്തല്ലേ സംഭവം നടക്കുന്നേ, അപ്പൊ നമ്മളൊന്ന് പോവണ്ടേ. വിവാൻ ഇവിടെ അമ്മയ്ക്ക് കൂട്ടുണ്ട്. നാളെ വിവാനോട് തന്നെ പോകാൻ പറഞ്ഞ വിവാൻ പോകത്തില്ല. അവന് കൂട്ടുകാരൊന്നും ഇല്ലല്ലോ. കൂട്ടുകാരൊക്കെ ഉള്ളവരല്ലേ കൂട്ടുകൂടി പോകുള്ളൂ. നാളെ ജോമോൻ അവനെ കൊണ്ടേ കാണിക്കും. അവനെങ്ങനെ പോണമെന്നൊന്നും ഇല്ലല്ലോ. കൂട്ടിക്കൊണ്ട് അങ്ങനെ കൊണ്ട് കാണിക്കണം. മറ്റേ അങ്ങനെ ഇരുത്തി കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ മടി പിടിച്ച് പോയി അല്ല ഇങ്ങനെയുള്ള കാര്യത്തിനൊന്നും. പൈസയും ചെലവാക്കി അലസത പിടിച്ച് എല്ലാം നശിപ്പിക്കാനാണെങ്കിൽ മാത്രമേ. നശിപ്പീരൊന്നുമില്ല. അല്ല പ്രായാവും തോറും മാറ്റം വരികയല്ലേ. പ്രായാവും തോറും മാറ്റം വന്നാ മതി. അങ്ങനെയല്ലേ വന്നത്. അല്ലാതെ ചെറുപ്പത്തിലെ മുതലുള്ള കാര്യമല്ലല്ലോ. 10-16 വയസ്സാകുമ്പോ തന്നെ 16 18 ആകാറായി. അടുത്ത മാസം 18 കേറും. അത്ര ആയല്ലേ. ഇതെല്ലാം കണ്ടും കേട്ടൊക്കെ മനസ്സിലാക്കണമേ, എന്നാലേ കാര്യമുള്ളൂ. അപ്പൊ അമ്മയ്ക്ക് പോരാൻ ആഗ്രഹമുണ്ടോ? രാത്രി ആയാലും പോരാൻ ആഗ്രഹമുണ്ടോ? എവിടെയാ ഞങ്ങള് പോകുന്ന കൂടെ? നമുക്ക് ഇരുട്ടത്തായോണ്ടാ, അതുകൊണ്ടാണ് നിർബന്ധിക്കാത്തത്. അല്ലേ കൊണ്ടുപോകാനെ 10 മിനിറ്റ് ദൂരമല്ലേ ഇവിടെ ഉള്ളൂ. 10 മിനിറ്റ് ഇല്ല, 5 മിനിറ്റ്. 5 മിനിറ്റേ ഉള്ളൂ. ഇവിടെ അടുത്ത് ഓമല്ലൂര്. ഓമല്ലൂര് എന്നാ അവിടെ ഞാൻ പറഞ്ഞില്ലേ, കനാൽ ടൂറിസം. ഒരു കനാൽ അവിടെ ഉണ്ട്. അതൊക്കെ വെട്ടിത്തെളിച്ച് മനോഹരമാക്കിയിരിക്കുക. എന്നിട്ട് അവിടെ കലാപരിപാടികള്, ഭക്ഷണ വിതരണം, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ വലിയ വലിയ ആൾക്കാരൊക്കെ വന്ന് ഉദ്ഘാടനം ചെയ്തു. എല്ലാരും പോയി സംബന്ധിക്കുക. നാട്ടുകാരെല്ലാം ഒന്നിച്ചു കൂടുക. ഓമ്പലുകാരൊക്കെ ചള്ളായിട്ട് കിടക്കുമായിരുന്നു. ചീത്തയായിട്ട് കിടക്കുമായിരുന്നു. ഇന്ന് തോടും കുളങ്ങളും എല്ലാം കിടക്കുമല്ലേ, കായലും എല്ലാം ഈ വേസ്റ്റ് എല്ലാം എറിഞ്ഞ് മലിനമാക്കപ്പെട്ട് കിടക്കുമല്ലേ. പ്ലാസ്റ്റിക്കും കുപ്പികളും എല്ലാം വലിച്ചെറിഞ്ഞ്. പിന്നെ തേച്ച് കഴുകിയെല്ലാം കഴിയുവാണെങ്കിൽ ഇപ്പോഴൊക്കെ എടുക്കണം. തേച്ച് കഴുകി എല്ലാം റെഡിയാക്കി എടുത്തു. വെട്ടിത്തെളിച്ച് പ്ലാസ്റ്റിക് എല്ലാം പിറക്കി കളഞ്ഞു. കുപ്പികളെ വേസ്റ്റ് മാലിന്യങ്ങളെല്ലാം പിറക്കി കളഞ്ഞു. നീറ്റാക്കി വള്ളമൊക്കെ കൊണ്ടുപോയിട്ട് അതങ്ങനെയൊക്കെ ചെയ്താൽ അതൊക്കെ പിന്നെ ഒരു ഗുണവും. പിന്നെ കുതിരസവാരിയുണ്ട്. കുതിരപ്പുറത്ത് കയറി പോകാം. കുതിരപ്പുറത്ത് കയറി പോകാം. കുതിരയുണ്ടോ? കുതിരയുണ്ട്. അമ്മയ്ക്ക് കുതിരപ്പുറത്ത് കയറണോ? എനിക്കൊരു കുതിരപ്പുറം വേണ്ട. അമ്മ ഇനി കുതിരപ്പുറത്ത് കയറാൻ പോയി. അമ്മേനെ ജോമോൻ എടുത്ത് കയറ്റി വെക്കും. അമ്മേനെ ജോമോൻ എടുത്ത് കയറ്റി വെക്കൂന്ന്. എവിടെ? കുതിരപ്പുറത്ത്. കുതിരകാരൻ വലിച്ചോണ്ട് ഓടി എന്നാ ചെയ്യൂലേ. സാധനങ്ങൾ വല്ല അതിന്റെ വേണ്ടാത്തതിന്റെ ഇതൊക്കെ കയറി വെച്ചിട്ട് പിന്നെ വേണ്ടാത്തതൊക്കെ അനുഭവിക്കാനൊന്നും ഇവിടെ പറ്റിയ നടക്കാൻ പോലും പറ്റത്തില്ല അല്ലേ. അതുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളുണ്ട്. എന്നാൽ അതിനെട്ടെല്ലാം തട്ടി കുത്തിയൊക്കെ എന്തെല്ലാം കാണിക്കുന്നത്. അതെ, ഉരുണ്ട പിടിച്ച് താഴെ വേണമെങ്കിൽ പിന്നെ അത് ചാടി ഓടി ഉരുണ്ട പിടിച്ച് നമ്മൾ താഴെ വേണമെങ്കിൽ പോയില്ലേ. അതെ, ഉരുണ്ട പിടിച്ച് ഓടിയേ ചാടി ഓടി നമ്മൾ താഴെ പോയാ പോയില്ലേന്നാ ചോദിച്ചേ. അവരുടെ കൂടെ പോയല്ലേ? അവരുടെ കൂടെ അല്ലെന്നേ, കുതിര ഓടുന്ന കാര്യ പറഞ്ഞേ. പിന്നെ വേറെ കൂടെയാ പോണം. കുതിര ഓടുന്ന കാര്യമാണ് പറഞ്ഞേ. കുതിരയില്ലേ, കുതിര ഓടുന്ന കാര്യ പറഞ്ഞത്. കുതിരയോ? കുതിരയും കൊണ്ടാണോ പോണേ? ഞങ്ങള് കുതിരയും കൊണ്ട് ഓടില്ല. അവിടെ കുതിരയുണ്ട്. അമ്മ വരുവാണെങ്കിൽ അമ്മേനെ അവിടെ കയറ്റാന്നാ പറഞ്ഞത്. കൊനാത്തിനൊന്നും പോകത്തില്ല. എന്നാ ഞങ്ങള് പൊക്കോട്ടെ. ഒന്ന് അരമണിക്കൂർ കഴിയുമ്പോ തിരിച്ചു വരാം. അരമണിക്കൂർ കഴിയുമ്പോ തിരിച്ചു വരാം. പൊക്കോട്ടെ. ഇപ്പൊ പോവാ? പോണേ പൊക്കോ. ഇവിടെ വിവാൻ ഇരിപ്പുണ്ട് കേട്ടോ. വിവാൻ ഇവിടെ ഇരിപ്പുണ്ട്. വിവാനോ? അവന് വല്ലതും കഴിച്ചോ? അവൻ കഴിച്ചിട്ടൊന്നുമില്ല. ഞങ്ങൾ അവിടെ വല്ലതും ഉണ്ടെങ്കിൽ മേടിച്ചോണ്ട് വരാം. അവന് കഞ്ഞിയൊന്നും കൊടുത്തില്ല. അവന് കഞ്ഞി കൊടുക്കാൻ സമയമായില്ലല്ലോ. രാത്രിക്ക് കഞ്ഞി കൊടുക്കും. രാത്രിക്ക് കഞ്ഞി കൊടുക്കും. സമയമായില്ല. അവൻ തന്നെ എടുത്ത് കഴിച്ചോളും. അതൊന്നും കഴിച്ചാൽ ശരിയായില്ല. എന്നാ ഞങ്ങൾ പോയിട്ട് വരാട്ടാ. നമ്മുടെ വീഡിയോ കണ്ട് എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യുകയും ചെയ്യണേ. എപ്പം വരും? 1/2 മണിക്കൂർ കഴിയുമ്പോൾ വരും.
വഴക്കുണ്ടാക്കരുത്. അവിടുത്തെ എന്നാ പരിപാടി വല്ലതും ഉണ്ടോ? ആ പരിപാടിയുണ്ട്. പാട്ട് ഡാൻസ് ഒക്കെ ഉണ്ട്. എന്നാ എന്നതാ പ്രാർത്ഥനയാണോ? പ്രാർത്ഥനയൊന്നുമില്ല. പിന്നെ എന്നാ കലാപരിപാടികൾ. കലാപരിപാടികൾ എന്നാ കലാപരിപാടികൾ, കഥാപരിപാടിയായി, ഗാനമേള, നാടകമില്ല, നാടൻ പാട്ടുകൾ, പള്ളിയായിട്ട് ഓട്ടംതുള്ളൽ, പള്ളി ചെയ്യണതാ. പള്ളിയൊന്നുമല്ല, നാട്ടുകാരെല്ലാം കൂടെ കൂടി ചെയ്യുന്ന, ഓമലുകാരെല്ലാം കൂടെ കൂടി ചെയ്യുന്ന. ചേച്ചി എപ്പം വരും? ഇച്ചിരി കഴിയുമ്പോ വരും. ഇവിടെ അടുത്തല്ലേ, ഓടി വരാന്നല്ലേ ഉള്ളൂ. പോവാണേ. അതിലൊക്കെ അടച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഓമല്ലൂർ ഫെസ്റ്റിന് പോവുകയാണ്. ഓമലുക്കരയുടെ ഒരു നല്ല പ്രോഗ്രാമാണ്. ഇങ്ങനെയുള്ള കലാപരിപാടികളും ഇപ്പം ജനങ്ങൾ തമ്മിൽ കൂട്ടി യോജിച്ചുള്ള ഒരു പരിപാടികളൊന്നുമില്ല. അവിടെ ജെയ്സൺ പാളിയുടെ നേതൃത്വത്തിൽ, അഡ്വക്കേറ്റ് ജെയ്സൺ പാളിയുടെ നേതൃത്വത്തിൽ ഒരു സംഘടന ഉണ്ടാക്കി, വി കെയർ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ എന്ന പേരിൽ, സർവീസ് ആൻഡ് ഫൗണ്ടേഷൻ എന്ന പേര് തുടങ്ങിയിരിക്കുന്ന സംഘടനയാണ്. അവരവിടെ കനാലൊക്കെ മുഴുവൻ പള്ള കൂടി കിടന്നാണ്. അതെല്ലാം വെട്ടിത്തെളിച്ച് ക്ലിയർ ചെയ്ത് എടുത്ത് അവിടെ ചാരിറ്റിപരമായിട്ടൊക്കെ ഒത്തിരി കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു ടൂറിസം പരിപാടിയും കൂടെ ചെയ്യുകയാണ്. അത് നാട്ടിലെ എല്ലാവരെയും കൂടെ ഒരു ഒന്നിച്ചു കൂട്ടാൻ പറ്റുന്ന ഒരു പരിപാടിയായിട്ടാണ് തോന്നിയിരിക്കുന്നത്. ഉദ്ഘാടന ദിവസം ഞാൻ പോയിരുന്നു. ഇന്നലെ പരിപാടി ഉണ്ടായിരുന്നു. ഇന്നലെ പോകാനായിട്ട് വിമാനമായിട്ട് പോകാൻ പ്ലാൻ ചെയ്തപ്പോഴത്തേനും നല്ല മഴയായിരുന്നുകൊണ്ട് ഞങ്ങളത് ഇന്നലെ പോയില്ല. ഇന്നിപ്പം ഞാനും ജോമോളും കൂടെ പോവുകയാണ്. പോയിട്ട് നാളെ സമാപന ദിവസമാണ്. അപ്പം നാളെ വിമാനമായിട്ട് പോകാമെന്നോർത്താണ് ഇരിക്കുന്നത്. അപ്പം ഞങ്ങൾ പോയിട്ട് അവിടുത്തെ കാഴ്ചകളും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നാൽ ഓക്കെടാ, അതിലിടിച്ചോ. അപ്പോൾ ഞങ്ങൾ സ്ഥലത്തെത്തി. ആദ്യമേ തന്നെ ഒരു സെൽഫി ഇങ്ങോട്ട് തെറ്റാക്കാം. പിന്നെ ചിലപ്പോൾ സെൽഫി എടുക്കാൻ പറ്റിയെന്ന് വരികയില്ല. അതുകൊണ്ട് ഞങ്ങളുടെ തന്നെ സെൽഫി ആദ്യമായി തെറ്റാക്കാമെന്ന് വെച്ചു. നമ്മുടെ കുതിര അങ്ങ് പോയിട്ടുണ്ട്. കുതിരയൊക്കെ പോയിട്ട് ദൂരോട്ട് പോയല്ലേ, കുതിര അങ്ങ് വിട്ടു പോയല്ലേ. അധികം നാണികൾ തന്നില്ല. നമ്മുടെ കുതിര പോയിട്ട് തിരിച്ചു വരുന്നുണ്ട്. നിനക്ക് കുതിരപ്പുറത്ത് കയറണം? അതിനാ കുതിരപ്പുറത്ത് വേണമെന്ന് കയറിയോ? കുതിരപ്പുറത്ത് കയറാൻ കാണുന്ന ഒരു അവസരമല്ലേ. കുതിര നാടകം കൊണ്ട് പോയിട്ട് തിരിച്ചു വരുന്നുണ്ട്. അടുത്തയാൾ കയറിയിട്ടുണ്ട് കേട്ടോ, കുതിരയുടെ പുറത്ത്. പ്രകടനമാണ്. അളിയാപുളി സ്പീഡിൽ അളിയാപുളി പിഴിഞ്ഞൊഴി അളിയ പിഴിഞ്ഞൊഴി അളിയ. കിട്ടിയോ? ചേർത്ത് പറഞ്ഞേ. അളിയാപുളി പിഴിഞ്ഞൊഴി അളിയ. അത് നിർത്താതെ ചേർത്ത് അടുപ്പിച്ച് പറയണം. അളിയാപുളി പിഴിഞ്ഞൊഴി അളിയ. അളിയാപുളി പിഴിഞ്ഞൊഴി അളിയ. അത് നിർത്താതെ 3 തവണ വളരെ ഫാസ്റ്റ് പറയണം. വളരെ കറക്റ്റ് ആണെങ്കിൽ വേറൊരു സമ്മാനമാണ് ലഭിക്കാൻ പോകുന്നത്. നല്ല സമ്മാനം. ഓക്കെ, റെഡി? അളിയാപുളി പിഴിഞ്ഞൊഴി അളിയ. അളിയാപുളി പിഴിഞ്ഞൊഴി അളിയ. അളിയാപുളി
അളിയ പുളി പിഴിഞ്ഞൊഴി അളിയ. ഒന്നുകൂടെ. അളിയ പുളി പിഴിഞ്ഞൊഴി അളിയ. ഓക്കേ, അടിപൊളി. അപ്പോൾ എന്തായാലും നമ്മൾ ചോദ്യത്തിന് ഒരുപാട് ആൾക്കാർ ആൻസർ പറഞ്ഞെങ്കിലും അതിന് കൃത്യമായ ഉത്തരം പറഞ്ഞ് ഓടി വന്ന ദിവ്യ അല്ലേ? ദിവ്യക്ക് നൽകുന്നത് ജയ ഗ്ലോബൽ ഫാഷൻ നൽകുന്ന ഒരു ഗിഫ്റ്റ് കൂപ്പണാണ്. ഓക്കെ, സന്തോഷമായല്ലോ. ഈ ഗിഫ്റ്റ് കൂപ്പൺ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ പർച്ചേസിന് 10% ഡിസ്കൗണ്ട് ഉണ്ട്. ഓക്കെ, താങ്ക് യു. പാട്ടാണെന്നറിയോ? രണ്ടുപേരും പാട്ട് പാടും. ഓമല്ലൂർ ഫസ്റ്റിന്റെ ഭാഗമായിട്ട് ഓമല്ലൂരിന്റെ എല്ലാമായ ദിവ്യ രണ്ടുപേരും പാട്ട് നമുക്ക് വേണ്ടി രണ്ടുപേരും എന്റെ നിർബന്ധത്തിലാണ്. കൈ അടിച്ചാലേ പാടത്തുള്ള ഒരു സംഗതി മുഖത്തുണ്ട്. അത് തന്നെ. രണ്ടുപേരും പാട്ട് പാടി മുഖം കണ്ടറിയാം. തലയില്ലാത്തപ്പോൾ പൊക്കം കൂടും. എന്താണ് അറിയോ? ഇത്ര അറിയോ? ഇപ്പോൾ അനൗൺസ് ചെയ്ത പോലെ കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ വിഷു ഉത്സവത്തോടനുബന്ധിച്ച് റിസപ്ഷനായിട്ടുമായ ഗോൾഡൻ പുറകിൽ വെച്ച് നടന്ന അവർ അറിയിച്ചിരുന്നു. അതിൽ ഓരോ കമ്പനിയും അവർ പ്രൈസ് സ്പോൺസർ ചെയ്യുന്നുണ്ടായിരുന്നു. അതിന് നറുക്കെടുപ്പാണ്. അവരെ അറിയിച്ചതനുസരിച്ച് ശ്രീ ഹരിമോൻ കുറുപ്പന്തരെ കൊണ്ട് നാക്ക് ലഭിക്കണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം. ഹരിമോൻ കുറുപ്പന്തര നമ്മുടെ ഈ പ്രദേശത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ദൈവീയ താമസിയാതെ പ്രോഗ്രാം ഉപയോഗിച്ചാണ് നമുക്ക് 2-3 പ്രോഗ്രാം അതിനുശേഷം മഴയായിരുന്നു ഇന്നലെ വരാൻ പറ്റിയില്ല. ഞങ്ങൾ ഇന്നലെ വരായിരുന്നേ. ഹരിമാൻ കുറുപ്പന്തര പോലെ സമ്മാനം 5 പേർക്കുണ്ട്. സിന്ധു ജോർജ് പീടികപ്പറമ്പിൽ, ഫോൺ നമ്പർ 62 അജീഷിന്റെ ഏതാണ്ട് പരിപാടി ഉണ്ടെന്ന് ഇപ്പം വരുമെന്നേ. ഇപ്പം വരും. ചെറുതേ അല്ല, നിങ്ങൾ നല്ല ഫുഡ് കഴിക്കും. പുത്തൻപുരയ്ക്കൽ, ഫോൺ നമ്പർ 991616349333, ബിൽ നമ്പർ ഫോൺ നമ്പർ 944. നിങ്ങൾ രണ്ടുപേരുള്ളോ? ചേച്ചി പോകുന്നില്ലേ? ഡ്യൂട്ടിയാണോ? ഇവാന അവിടെ അമ്മയുടെ അടുത്തിരിക്കണ്ടേ? ഇവാന നാളെ. ഒരു കുഴപ്പമില്ല, ശരി. ഓക്കെ, അപ്പോ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ആദ്യ ഉത്തരം ഒരാൾ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന് സമ്മാനം കൊടുക്കണം. ശരി, എന്നോട് സ്റ്റേജിൽ വരാം. കൃത്യോത്തരമാണ്. കറക്റ്റ് ഉത്തരം ഇവിടെ കിട്ടിക്കഴിഞ്ഞു. കറക്റ്റ് ഉത്തരം കിട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള ആൾക്കാരിലേക്ക് പോയത്. നമ്മളുടെ പ്രിയപ്പെട്ട ചേട്ടൻ ആദ്യ ചോദ്യത്തിന് കൃത്യമായിട്ട് പെട്ടെന്ന് തന്നെ ഉത്തരം പറഞ്ഞിരുന്നു. ചോദ്യം ഇതായിരുന്നോ? തലയില്ലാത്തപ്പോൾ പൊക്കം കൂടും. തലയില്ലാത്തപ്പോൾ പൊക്കം കൂടും. തലയുള്ളപ്പോൾ പൊക്കം കുറയും. ആൻസർ എന്താണ്? തലയിണ അല്ലേ? തലയുള്ളപ്പോൾ അതിന്റെ പൊക്കം കുറയും ഇല്ലേ? തലയില്ലാത്തപ്പോൾ അത് പൊക്കം. കറക്റ്റ് അല്ലേ? നല്ല കഴിവെടുത്തോ? എടുത്തോ. ഇനി കൊടയും വയസ്സും ഒക്കെ ഒന്നുകൂടെ മാറ്റിച്ചോ. ഇതാണ് ഉത്തരം. അടുത്തതിൽ പിടിക്കാം കേട്ടോ. വേറെ റെഡി ആയിക്കോണേ. ശരി, ചേട്ടന്റെ പേരെങ്ങനെ? സജീവ്. ഞാൻ പറഞ്ഞു വേറെ ചോദ്യങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അദ്ദേഹത്തിന് സമ്മാനം കൊടുക്കുകയാണ്. കൊടുത്തോട്ടെ. ശരി, അപ്പൊ നല്ല കൈയ്യടി നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിനുള്ള സമ്മാനം റെഡിയാണ്. സജീവേട്ടനാണ് ആ ചോദ്യത്തിന് കൃത്യമായ രീതിയിൽ ഉത്തരം പറഞ്ഞ് ഓടി വന്നത്. സജീവേട്ടനതാ ഒരു സമ്മാനം തരുന്നു. 1-2 എണ്ണം അറിയാവോ? എന്നൊരു 10 വരുന്ന സ്പീഡിൽ എണ്ണാവോ? വെറുതെ എങ്ങനെ വിടുന്നത്? എനിക്ക് മനസ്സ് വരുന്നില്ല. ഞാൻ ചെറിയ കള്ളനാണ്. അതാ 1 മുതൽ 10 വരെ സ്പീഡിൽ വന്നില്ലെങ്കിൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അടിപൊളി. ഉറച്ചുണ്ടെങ്കിൽ 2, 3, 4, 5, 6, 7, 8, 9, 10. കുറച്ച് ഉറച്ചുണ്ടെങ്കിൽ 4, 5, 6, 7, 8, 9, 10. ശരി, ഓരോ സംഖ്യയുടെ ഇടയ്ക്ക് ഉപ്പെന്ന് വാക്കിയാൽ തന്നാവോ? അത്രേ ഉള്ളൂ. ഉപ്പ് 1, ഉപ്പ് 2, ഉപ്പ് 3, ഉപ്പ് 4, ഉപ്പ് 5 അങ്ങനെ തന്നെ. ഉപ്പ് 1, ഉപ്പ് 2, ഉപ്പ് 3, ഉപ്പ് 4, ഉപ്പ് 5, ഉപ്പ് 6, ഉപ്പ് 7, ഉപ്പ് 8, ഉപ്പ് 9, ഉപ്പ് 10. അത് നിർത്താതെ 3 തവണ മണിക്കൂടെ സ്റ്റേഡി വേണം. ഇതിന് ഇത്ര ഓളി കൊടുക്കാം, ഇത്ര ഓളി കൊടുക്കാം. അയ്യേ, പതുക്കപ്പോ ഇത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമ്മാനം കൊടുക്കണം. 1, ഉപ്പ് 2, ഉപ്പ് 3, ഉപ്പ് 32, 33 ഒന്നും വേണ്ട. 37, 38 ഒന്നും ആർക്കും ആവശ്യമില്ല. ഉപ്പും 32 ഒന്നും ശ്രദ്ധിക്കണേ. ഉറക്കെ പറയാം. 4, ഉപ്പ് 5, ഉപ്പ് 6, ഉപ്പ് 7, ഉപ്പ് 8, ഉപ്പ് 9, ഉപ്പ് 10. ഉപ്പ് 1, ഉപ്പ് 2, ഉപ്പ് 3, ഉപ്പ് 4, ഉപ്പ് 5, ഉപ്പ് 6, ഉപ്പ് 7, ഉപ്പ് 8, ഉപ്പ് 9, ഉപ്പ് 10. പഴയ കൈക്കാരന്മാർ 2 പേരും കൂടെ ആണോ വന്നിരിക്കുന്നത്? 3 പേരും കൂടെ തിളങ്ങുന്നു കേട്ടോ. കഷ്ണം നന്നായിട്ട് തിളങ്ങുന്നുണ്ട്.
രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. ആ ഇത് കൂടുതൽ വേണോ? എന്റെ കുറ്റിയും തീർക്കണ്ടേ, ഇത് രണ്ടെണ്ണം കൂടി ഉള്ളല്ലോ. രണ്ടെണ്ണം ഇടോ? നിങ്ങളെ മക്കള് കാണട്ടെ, സൈക്കിൾ കണ്ട് നടക്കണോ? അതിന്റെ ഞാൻ സൈക്കിളിൽ ഉന്തിക്കൊണ്ടു ഉപ്പനല്ലായിരുന്നു ലോട്ടറി. എന്നിട്ട് ഇട്ടേക്കാം, ലൈവല്ല. അങ്ങ് തിരിച്ചു നോക്കിയല്ല അവന്റെ. അയ്യോ അമ്മ എലിക്കുട്ടി മാറ്റി മാറ്റി പറയുവാണല്ലോ അവനെ. ഇല്ലാത്ത കാര്യം ഉണ്ടെന്നും പറയും, ഉള്ള കാര്യം ഇല്ലെന്നും പറയും. ഇതെന്നെ മറന്നു പോണതാണോ അമ്മേ? മറന്നു പോണതാണോ അമ്മേ? ഉള്ള കാര്യം ഇല്ലെന്നും പറയും, ഇല്ലാത്ത കാര്യം ഉണ്ടെന്നും പറയുന്നു. ഈ കൊച്ചു വന്ന് അമ്മയുടെ അടുത്ത് കിടന്നില്ലായിരുന്നോ? ഈ കട്ടിലെ കിടക്കുമല്ലായിരുന്നോ അമ്മയുടെ അടുത്ത് വിവാൻ? ഇന്ന് ഓമ്പല്ലൂർ ഫെസ്റ്റിന് വിവാനയായിട്ടാണ് പോണേ. ഇന്ന് അവസാന ദിവസമാണ്. ഇന്ന് വിവാനം ഞാനും കൂടിയാണ് പോണേ. ഇന്നലെ ഞാനും ജോമോളും കൂടെ പോയി. പക്ഷേ ഇന്നലെ അവിടെ നിന്ന് ഫുഡ് കഴിക്കാനായിട്ട് അവസാനം ഞങ്ങൾ നോക്കി വന്നപ്പോഴത്തേനും ഫുഡൊന്നും കിട്ടിയില്ല. അവസാനം ഞങ്ങൾ ഹോട്ടലിൽ പോയി ഫുഡ് മേടിച്ച് കഴിക്കേണ്ടി വന്നു. അതുകൊണ്ട് ഇന്ന് നേരത്തെ പോയി ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി. നല്ല തിരക്കാണ് അവിടെ, നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പോൾ ഞങ്ങളെ നന്നായിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഓമ്പല്ലൂർ കരയെയും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓമ്പല്ലൂർ ഫെസ്റ്റിലേക്ക് പോകാം. ഓക്കെ, ഭയങ്കര വണ്ടികളാണെന്ന്. സമാപന ദിവസമായതുകൊണ്ട് നല്ല തിരക്കാണ്. കുതിര ആളങ്ങോട്ട് പോയിരിക്കുക, കുതിര അങ്ങോട്ട് ആളങ്ങോട്ട് പോയിരിക്കുക. നല്ല തിരക്കാണ് അവിടെ കേട്ടോ. അവിടെ സമാപന സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുവാൻ സാധിച്ചു. നമുക്കറിയാം കനാലിന്റെ പ്രദേശം മുത്തശ്ശിനും ഒക്കെ ജാതിക്കും മതത്തിനും അതാണ്. ഇതിൻ്റെ പുറകിൽ നിൽക്കുമ്പോൾ, 40 കുടുംബങ്ങൾ ഇതിൻ്റെ പുറകിൽ നിൽക്കുമ്പോൾ ഫ്ലോപ്പ് ആകാതെ വളരെ ഒന്നിനൊന്നിനും മെച്ചമായിട്ട് മുൻപോട്ട് വരും എന്ന് നമുക്കറിയാം. മെനക്കെട്ടിറങ്ങിയാൽ ഏത് കാര്യവും നന്നായി ചെയ്യാൻ കഴിയുമെന്നതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് ഈ പ്രദേശത്ത് 1.25 കിലോമീറ്ററോളം ഇവിടെ നമ്മുടെ ഈ കനാൽ പ്രദേശം ഇത്ര മനോഹരമായി ഇവിടെ സംരക്ഷിക്കുവാൻ നമുക്ക് കഴിയുന്നു. ഇവിടെ ജനപ്രതിനിധികൾ ഓരോരുത്തരും, MLA അടക്കമുള്ള ജനപ്രതിനിധികൾ ഓരോരുത്തരും വിവിധ കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ജില്ലാ പഞ്ചായത്ത് മെമ്പറും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അടക്കമുള്ള ആളുകൾ, പഞ്ചായത്തിന്റെ ജനപ്രതിനിധികൾ അടക്കം ഇവിടെ സൂചിപ്പിച്ച കാര്യങ്ങളൊക്കെ കൃത്യസമയത്ത് അതിനെ സമയബന്ധിതമായി തന്നെ നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ ഈ പ്രദേശം നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വളരെ ഭംഗിയായി നമുക്ക് കൊണ്ടു നടക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം. ഇപ്പോൾ ഇവിടെ നമ്മുടെ അടുത്ത ജെയ്സൺ പാളിയിലൂടെ സൂചിപ്പിച്ച പോലെ ഇപ്രാവശ്യം 2 പേരായിരുന്നു ഈ ഫെസ്റ്റിവൽ ആരംഭിക്കുന്നതിന് 2 ദിവസം മുമ്പ് ഫുഡ് ഫെസ്റ്റിവലിൽ ഇങ്ങോട്ട് വരാൻ തയ്യാറായതെങ്കിൽ നമ്മുടെ നാട്ടിലുണ്ടാവും. അതിന് വേണ്ട സഹായ സഹകരണങ്ങൾ, അതിന് വേണ്ടിയ സാഹചര്യം ഒരുക്കിയത് പ്രിയപ്പെട്ട ഇതിന് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട ശ്രീ ജെയ്സൺ പാളിയിലും
ഇതിന്റെ സെക്രട്ടറി ആയിട്ട് നിൽക്കുന്ന നമ്മുടെ ബേബിച്ചൻ ഇവിടെ MLA ആയിരിക്കുന്ന സമയത്താണ് ഈ കടുത്തുരുത്തി പ്രദേശത്തേക്ക് നടപടികൾ സ്വീകരിച്ചു. ഞാൻ മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് ഇനിയും ഒട്ടേറെ പ്രവർത്തനങ്ങൾ നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട്. ഈ പ്രദേശത്തെ ആളുകളെ ഞാൻ ഒരിക്കൽ കൂടുതൽ കഴിവുകളുള്ള പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന സമയത്ത് അവര് ബാഗുകൾ മുന്നോട്ട് പ്രോത്സാഹനം കൊടുക്കാൻ നമുക്ക് എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ആദരിക്കപ്പെട്ട ശ്രീ ലയ മരിയ ബിജു പുളിക്കൻ, ലീൻ ബി പുളിക്കൻ എന്ന 2 കുട്ടികൾ അവര് നമ്മുടെ ഈ കടുത്തുരുത്തി പ്രദേശങ്ങളിൽ കൊണ്ട് അത് വലിച്ചിടാതെ നന്നായി ആ പ്രദേശം ശുചീകരിക്കാൻ വേണ്ടി ഈ നാടിനൊരു വലിയ ഒരു മാതൃക സൃഷ്ടിക്കാൻ ആ കുട്ടികൾക്ക് കഴിഞ്ഞു എന്നുള്ളതും നമ്മുടെ വളർന്നു വരുന്ന തലമുറയ്ക്ക് അതൊരു വലിയ പ്രചോദനം കിട്ടുന്ന കാര്യമാണ്. അപ്പൊ ഇതൊക്കെ നൽകുന്നത് നമുക്ക് നന്മ ഇവിടെ കെട്ടടങ്ങിയിട്ടില്ല, നന്മ വീണ്ടും ഈ നാട്ടിൽ അവശേഷിക്കുന്നുണ്ട് എന്നതിന്റെ തെളിവുകളാണ് ഇതെല്ലാം. അപ്പൊ അവരെ ഇവിടെ ഈ വേദിയിൽ നമ്മൾ ആദരിച്ചതും അമ്മയ്ക്ക് ഉണ്ടെന്നാ. അവനേ ഓമല്ലൂർ ഫെസ്റ്റിന് പോയപ്പോൾ അവൻ അമ്മയ്ക്ക് ഉണ്ടെന്നാ. ഓമല്ലൂർ ഫെസ്റ്റ് ഇല്ലായിരുന്നു. കഴിച്ചോ? അമ്മ കഴിച്ചോ? വിവാനും ഞാനും കൂടെ കിടക്കണം. വിവാനും ഞാനും കൂടെ ഓമല്ലൂർ ഫെസ്റ്റിന് പോയിരിക്കുമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് മേടിച്ചോണ്ട് വന്നാ കേട്ടോ. അവിടെ ഉണ്ടാക്കിയ സാധനമായിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.